നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലളിതമായിട്ടുള്ള ചടങ്ങാണെങ്കിലും ചടങ്ങിനൊരു ഗുരുത്വവും ഒലിമയൊക്കെ ഉണ്ടാവണം. എന്റെ സന്തോഷത്തിനല്ല, മോളുടെ സന്തോഷത്തിനാ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് നാളെയാ നിങ്ങളുടെ വിവാഹം നടക്കുന്നേ. അതുകൊണ്ടാ പറഞ്ഞേ, ആ കൃഷ്ണതുളസിയെ കൂട്ടിക്കൊണ്ടു വന്നാൽ നന്നായിരുന്നു എന്ന്. അത് നിങ്ങൾക്കറിയാലോ, ഞാൻ ആ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ? എന്താന്ന്? ആ പാട്ട് കേൾക്കുമ്പോ തോന്നും മോളാ അത് പാടുന്നേന്ന്. ഞാൻ പാടുന്നു തോന്നുന്നു. അല്ല, വെറുതെ ഒരു തോന്നലാ, അത്രേ ഉള്ളൂ. മോളാ കൃഷ്ണ തുളസിന്ന്. പിന്നെ ഒരു കൃഷ്ണ തുളസി. സത്യത്തില് മോള് പാട്ട് പഠിക്കണായിരുന്നു. ഇനിയിപ്പോ എന്ത് പാട്ടാമ്മ? പാട്ടിന്റെ കാര്യമൊക്കെ അമ്മ വിട്ടേക്കോ. കൃഷ്ണ തുളസിയെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് വിസ്മയെ വിളിക്കാം. നല്ല ഗായികയാണല്ലോ, ഒരു പാട്ട് പാടിക്കാം. അത് അമ്മ അമ്മ അതൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ ഇല്ലില്ല, ഞാൻ അരുന്ധതിയെ വിളിച്ച് കാര്യം പറയാൻ പോവാ. അതിന് നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ. അമ്മ ഞാൻ എന്തായാലും വിളിക്കാൻ പോവാം. ഞാൻ വിളിക്കട്ടെ. അമ്മ അമ്മ ഹലോ വസുന്ധരേ. അരുന്ധതി, ഈശ്വര, നാളെ രാവിലെ മോളുമായിട്ടൊന്ന് വീട്ടിലേക്ക് വരണം. വിസ്മയുടെ ഒരു പാട്ട് വേണം. പാട്ടോ? മനസ്സിലായില്ല, എന്തിനാ പാട്ട്? നാളെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ചടങ്ങെന്ന് വെച്ചാ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാ. അഖിയുടെയും ശ്യാമയുടെയും കല്യാണം. ആഹാ. അല്ല, അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ വസുന്ധരെ? അതേക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നാളെയാ അവരുടെ യഥാർത്ഥ കല്യാണം, ഇവിടെ വീട്ടിൽ വെച്ച്. ആ ചടങ്ങില് വിസ്മയമോള് പാടണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. ആ, ശ്യാമ അടുത്തുണ്ട്, ഞാൻ അവക്ക് കൊടുക്കാം. അവള് തന്നെ നേരിട്ട് വിളിക്കും. ദാ മോളെ, സംസാരിക്കേ. ഹലോ ഹലോ. നാളെ വിവാഹമാണ്. മാഡം വിസ്മയം കൂട്ടി വരണം. പിന്നെ വിസ്മയുടെ ഒരു പാട്ട് വേണം. ആ, ഈ കാര്യം കയ്യോടെ അമൃതയർത്തി അറിയിക്കാം. അമ്മ നാളെ വിസ്മയ പാടാൻ വരും. മോളെന്നാ ചെന്നു. ആ ദേ വരുന്നു. പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.